യാ ഉമർ ലാ തൽഅനൂ ഉമറേ, നിങ്ങളാ മനുഷ്യനെ രണ്ടാമത് കള്ളു കുടിച്ചു എന്നതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ നിൽക്കണ്ട, ആ മനുഷ്യനോട് ചീത്ത പറയാൻ നിൽക്കണ്ട. കാരണം എന്റെ ഫഇന്നഹു ഖദ് അഹബ്ബനീ, അവൻ എന്നെ സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ, എന്നെ മഹബത്ത് വെക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെ മഹബത്ത് വെക്കുന്നവനെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ. ഫലാ തറുമ്മിമാ സികസ്റാ ശഹവതിഹാ ഇല്ലാ തഅമ യുഖാ വിശഹവത ലഹീമി. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാള് മദ്യപിക്കുകയാണ്, കള്ളു കുടിക്കുകയാണ്. അയാളെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടുന്ന് 40 അടിയടിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അവനെ ശിക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, 40 അടിയടിക്കുകയാണ്. എന്നിട്ട് വാണിംഗ് ചെയ്ത് വിടുന്നു, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല. 40 അടിയടിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഇനി കുടിക്കരുത്. ഈ കള്ളുകുടിക്കൊരു സ്വഭാവമുണ്ട്, അത് നിർത്തണോന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നിർത്താൻ കഴിയൂല. അങ്ങനെയുണ്ട്. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടോ, അവരെ നിർത്തണോന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അത് നടക്കൂല. എന്നാൽ ഈ മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂല് നല്ല രൂപത്തിൽ ഉപദേശിച്ചു വിട്ടു, ഇനി കുടിക്കാൻ പാടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും കുടിച്ചു. അയാൾ രണ്ടാമതും കള്ളു കുടിക്കുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നബി തങ്ങളുടെ മുന്നിൽ അയാളെ രണ്ടാമതും കള്ളു കുടിച്ചതിന്റെ പേരിൽ കൊണ്ടുവന്നപ്പോൾ അവിടെയുണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബിന് എങ്ങനത്തൊന്നും തീരെ പിടിക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബിന് വലിയ ദേഷ്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവിടെയുള്ള സ്വഹാബത്തും ഈ മനുഷ്യനെ വല്ലാതെ ആക്ഷേപിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ആവർത്തി ഈ മനുഷ്യനെ ഉപദേശിച്ച് വിട്ടതാണല്ലോ, ശിക്ഷ കൊടുത്തു വിട്ടതാണല്ലോ. വീണ്ടും ആ മനുഷ്യനെ ആ തെറ്റങ്ങ് ആവർത്തിച്ചപ്പോ സ്വഹാബത്തിന് അത് വല്ലാത്ത വേദനയാവുകയാണ്. ആ സഹോദരനോട് ദേഷ്യം തോന്നുകയാണ്. ഇയാളെന്തൊരു മനുഷ്യനാണ്, ഇയാളെന്തൊരു പടപ്പാണ്, വീണ്ടും കള്ളും കുടിച്ചു വന്നിരിക്കുകയാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് അതേ മുത്തുനബിയുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യനെ ആക്ഷേപിച്ചപ്പോ അവിടുന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ആ സ്വഹാബത്തിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്റെ നബി തങ്ങൾ പറഞ്ഞതെന്നറിയുമോ? യാ ഉമർ ലാ തൽഅനൂ ഉമറേ, നിങ്ങളാ മനുഷ്യനെ രണ്ടാമത് കള്ളു കുടിച്ചു എന്നതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ നിൽക്കണ്ട, ആ മനുഷ്യനോട് ചീത്ത പറയാൻ നിൽക്കണ്ട. കാരണം എന്റെ ഫഇന്നഹു ഖദ് അഹബ്ബനീ, അവൻ എന്നെ സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ, എന്നെ മഹബത്ത് വെക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെ മഹബത്ത് വെക്കുന്നവനെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ.
فلا ترم بما سكسرى شهوتها إلا طعام يقوي شهوة لهيم مني إليك. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ഇഷ്ക് വെക്കുന്ന കാരണത്താൽ എന്നെ ആക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. മിന്നിയിലേക്ക് വലോ അൻസഫ്തലം തലുമീ, നിന്റെ ആക്ഷേപത്തെ ഞാൻ കണക്കിലെടുക്കുന്നില്ല, നിന്റെ ആക്ഷേപത്തെ ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് അത് ചില്ലറ കാര്യമല്ല. ലഭിതങ്ങളോട് മഹബത്ത് വെക്കുന്ന ആളുകളെ ഏതെങ്കിലും തെറ്റിന്റെ പേരില് അടച്ച് ആക്ഷേപിക്കേണ്ടതില്ല. നബിതങ്ങളെ മഹബത്ത് വെക്കുന്ന ആളുകൾ അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ ആക്ഷേപിക്കരുത് എന്നല്ല പറഞ്ഞത്, പിന്നെയോ അവരെ ഉപദേശിച്ചു കൊടുക്കാം, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. പക്ഷേ അടച്ച് ആക്ഷേപിച്ച് നീ ഒന്നിനും പറ്റാത്തവനാ, ആ നിലക്ക് അവരോട് പറയരുത്. കാരണം ഫഇന്നഹു ഖദ് അഹബ്ബനി, അവൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിലും എന്നെ ഇഷ്ടം വെക്കുന്ന ആളാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബത്ത് എല്ലാത്തിനേക്കാളും അധികം സ്ഥാനം കൊടുത്തത് മഹബ്ബത്തു റസൂലില്ലാഹ്.